ഇന്ന് നമ്മൾ ചെലവഴിക്കാൻ പോകുന്നത് ഫുൾ ടൈം നേച്ചറിന്റെ കൂടെയാണ്. നമ്മൾ അതിനു വേണ്ടിയിട്ട് കുറെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്ത് തന്നെ എടുത്തിട്ടുണ്ട്. ചൂടൻ ചായ, ക്രാഫ്റ്റ് പേപ്പർ, ബർഗർ എന്ന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ എന്തായാലും പാഴ്സൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. അവിടെ തന്നെ കുറച്ചു നേരം ഇരിക്കാലോ. കുറച്ച് പച്ചപ്പൊക്കെ കാണുമ്പോൾ മനസ്സിനൊരു സന്തോഷവും ആശ്വാസമൊക്കെ കിട്ടൂന്നേ. നേച്ചറിന് പച്ച കളർ കൊടുത്തത് തന്നെ ഒരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പച്ചയിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി വിഷമങ്ങളും എല്ലാം മാറി കിട്ടും. അത്യാവശ്യം ഭയങ്കര പ്ലസന്റ് ആയിട്ടും സന്തോഷമായിട്ടും നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്ന നേച്ചറിന്റെ കൂടെ തന്നെയാണ്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടം നമുക്ക് തരാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ള വീട്. ആ വീട്ടിൽ നമുക്ക് എത്ര നേരം ചെലവഴിക്കാൻ പറ്റും? സൂര്യനെ കാണാതെ, ചന്ദ്രനെ കാണാതെ, മരങ്ങളെ കാണാതെ, നേച്ചറിനെ കാണാതെ, പക്ഷികളെ കാണാതെ പറ്റില്ലല്ലേ? അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് തന്നെ ചെലവഴിക്കുമ്പോൾ ഒരുമാതിരി നമുക്ക് ഒരു വിങ്ങി വീർത്ത അവസ്ഥയാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ നേച്ചറിലേക്ക് ഇറങ്ങുമ്പോൾ, ഇടയ്ക്കെന്ന് ഞാൻ പറയുന്നത് ഇടയ്ക്ക് ഇറങ്ങാൻ പറ്റാത്തവരോട് എല്ലാ ദിവസവും ഇറങ്ങുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിന്റെ കൂടെ കുറച്ചേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ അത് സ്വർഗം തന്നെയാണ് കേട്ടോ. ദൈവം നമുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത്ര മനോഹരമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ്. പുഴ നിറഞ്ഞൊഴുകുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇത് നോക്കിക്കോ, ഇതാണ് പുഴ നിറഞ്ഞൊഴുകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വശത്തോടി നമ്മൾ നടക്കേണ്ട നടപ്പാതയാണ്. ആ നടപ്പാതയിൽ കൂടിയാണ് പുഴ നിറഞ്ഞൊഴുകുന്നത്. ഞങ്ങൾ നടന്ന് അപ്പുറത്തേക്ക് എത്തിയിട്ട് അവിടെയാണ് ഷട്ടിൽ കളിക്കുന്നത്. ഒരു 5 മിനിറ്റ് നടക്കാനുള്ളതേ ഉള്ളൂ ഷട്ടിൽ കളിക്കാനായിട്ട്. പക്ഷെ വഴിവിളക്കുകളും എല്ലാ സംഭവവും പുഴയുടെ ഉള്ളിലായി പോയി. ഇത് എന്ത് പ്രതിഭാസമാണോ എന്തോ. കാരണം ഒരു ദിവസത്തെ മഴ പെയ്തതോടുകൂടി പുഴ അങ്ങോട്ട് നിറഞ്ഞൊഴുകുകയും ചെയ്തു. പഴയിലുള്ള മണലുകളൊക്കെ ഇതിന്റെ ഉള്ളിലോട്ട് വരികയും ചെയ്തു. ഇനി എന്നാണാവോ ഇതൊക്കെ മാറിക്കിട്ടുന്നത്? ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് സ്ട്രെയിറ്റ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിപൊളി പ്രദേശം ഉണ്ടായിരുന്നു. എന്തായാലും നിറഞ്ഞൊഴുകുന്നതുകൊണ്ട് അവിടേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് വേറൊരു സ്ഥലം കണ്ടുപിടിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്നു. നല്ല മസാല ടീ ഒക്കെ കൂടി നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതിന്റെ താഴത്ത് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്. നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാന്നേ, മീനുകൾ കുഞ്ഞു കുഞ്ഞതും വലുതും എല്ലാം ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുഴയിൽ മീനെ എല്ലാവർക്കും ചൂണ്ടിട്ട് പിടിക്കാം. പക്ഷെ തിന്നാൻ പറ്റില്ല. തിന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് എട്ടിന്റെ പണി കിട്ടും. പിന്നെ നമ്മൾ നമ്മുടെ ബർഗറും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങി. ഇവിടെ ഇരുന്ന് കഴിക്കാന്നുള്ള എൻ്റെ ഒരു മോഹം നടന്നു. കാരണം ഇവിടെ നേച്ചറിന്റെ കൂടെ ഭംഗി ആസ്വദിക്കാന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷെ ആ ഭംഗി അങ്ങോട്ട് ആസ്വദിക്കണമെങ്കിൽ എന്തെങ്കിലും തിന്നണം. അപ്പോഴാണ് ഞാൻ താഴത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ 2 കുരുവികളല്ല, താറാവുകളാണ്. ഈറ്റകൾ കിടന്ന് ഭക്ഷണത്തിന് ഒരു അടി കൊടുന്നു. ആരും ഇതിന് ഈറ്റങ്ങൾക്ക് കൊടുക്കാനില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ ബർഗറിന് ഇച്ചിരി കഷ്ണങ്ങൾ കൊടുക്കാന്ന് വിചാരിച്ച് ഐറ്റങ്ങൾക്ക് ബർഗർ ഇട്ട് എറിഞ്ഞു കൊടുന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഐറ്റങ്ങൾക്ക് തീറ്റിപ്പോറ്റലായി. പിന്നെ ഞാൻ ഐറ്റങ്ങളുടെ അമ്മയായി മാറി. അങ്ങനെ തീറ്റിപ്പോറ്റി ദേ എൻ്റെ കയ്യിലുള്ള ബർഗർ തീർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ താറാവും കുഞ്ഞുങ്ങളുടെ കാര്യം പറയേ വേണ്ട. ഐറ്റങ്ങൾക്ക് ഇന്ന് കൂശാലായിരുന്നു. ഈറ്റങ്ങളെ തീറ്റിപ്പോറ്റി വളർത്തി വലുതാക്കിയിട്ട് വേണം ഇന്ന് കൊണ്ടുപോയി താറാവും കറി വെക്കാനായിട്ട്. എത്ര നാളായെന്നറിയും നല്ല താറാവ് റോസ്റ്റ് കഴിച്ചിട്ട്. ഇവിടേക്ക് വരാൻ പ്ലാൻ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ കൂടെ പിങ്കിമോളെയും കൂട്ടി. അങ്ങനെ പിങ്കിമോളും ഞങ്ങളൊക്കെ ആയിട്ട് സന്തോഷപരമായിട്ട് നേച്ചർ കുറെ നേരം ആസ്വദിച്ചതിന് ശേഷം ഞാൻ ഒടുക്കത്തെ റൈറ്റിങ്ങിലാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അടുത്ത ട്രിപ്പിങ്ങിനുള്ള പ്ലാനിങ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്തൊക്കെ സാധനങ്ങൾ മേടിക്കണം, എവിടെയൊക്കെ പോകണം എന്നുള്ളത്. അപ്പൊ അടുത്ത ട്രിപ്പിൽ കാണാം. ടാറ്റാ.